പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാല തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ജയരാമൻ. ഇതേ തുടർന്ന് ഇനി അവളെ സൂക്ഷിക്കണമെന്ന് പറയുന്ന ജയരാമൻ, എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് തുറന്നു പറയുകയും, എനിക്ക് അഭിഷേകിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ദേവബാലയെ എന്നേക്കുമായി ഒഴിവാക്കേണ്ടതുണ്ട്. അവളെ ഒഴിവാക്കിയിട്ട് വേണം കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ നടത്താൻ. ആ ഇഷയെ കൊണ്ടുവേണം എൻ്റെ അഭിഷേകിനെ വിവാഹം കഴിപ്പിക്കാൻ. എന്നാൽ മാത്രമേ എൻ്റെ പ്ലാൻ വർക്കാവൂ. ഇത് കേൾക്കുന്ന ഹംസ, അതും നോക്കിയിരുന്നോ? ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് എല്ലാം അറിയാം. അവൾക്ക് തലയ്ക്ക് ഒരു അസുഖവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾക്ക് അത്ര നല്ല ഓർമ്മ ഉള്ളതുകൊണ്ടാണ് എന്നെ തിരിച്ചറിഞ്ഞത്. എന്തായാലും നിങ്ങൾ അവളുടെ മുന്നിൽ പെടാതിരിക്കുന്നതാണ് നല്ലത്. അവൾക്ക് നമ്മളോട് നല്ല ദേഷ്യമുണ്ട്. നമ്മളെ മറന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ ലഭിച്ച അവസരം അവൾ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവളുടെ മുന്നിൽപ്പെട്ടാൽ കുടുങ്ങിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇത് കേൾക്കുന്ന ജയരാമൻ, എന്തായാലും ഞാൻ ഒന്നുകൂടി അവളുടെ നീക്കങ്ങൾ ഒന്ന് നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം ദേവബാലയാകട്ടെ തിരികെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ദേവരാജനെ ചെന്ന് കാണുകയാണ്. എന്താ ദേവബാലെ, എന്താ പറ്റി എന്ന് ചോദിച്ചതിനെ തുടർന്ന്, എന്നെ തട്ടിക്കൊണ്ടുപോയവനെ ഞാൻ ഇന്ന് കണ്ടു. അന്ന് 2 പേരാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ അതെ, അതിലൊരുത്തൻ ഞാൻ ഇന്ന് പലചരക്ക് കടയിലേക്ക് പോയപ്പോൾ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് എന്തു പറ്റി? അവന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ തല ഞാൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഉടൻ തന്നെ ഇനി അവർ നാട് വിട്ടോളും. ഇനി എങ്ങാനും എൻ്റെ മുന്നിലേക്ക് വരട്ടെ, അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കണം. അത് തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ, എന്തായാലും നീ അധികം റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. അവർ നിന്നെ കണ്ട സ്ഥിതിക്ക് നീ ഒന്നുകൂടി സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തത് അവർ എന്താണ് ചെയ്യുക എന്ന് നമുക്കറിയില്ലല്ലോ. എന്ത് ചെയ്താലും പ്രശ്നമില്ല. എൻ്റെ മുന്നിലാങ്ങനം വന്നാൽ അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അഭിഷേക് കാര്യങ്ങൾ അറിയുന്നത്. ഇതോടെ അഭിഷേക്, അവരെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഉവ്, അവനെയൊക്കെ എങ്ങനെ മറക്കാനാ? അവനുള്ളതൊക്കെ തിരിച്ചു കൊടുത്തിട്ടേ ഈ ദേവബാല മടങ്ങൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന്, എന്തായാലും ഇനി കണ്ടാൽ എന്നെ കൂടി ആ കാര്യം വിളിച്ച് അറിയിക്കണം എന്നുള്ള കാര്യം ദേവബാലയോട് പറഞ്ഞിരിക്കുകയാണ് അഭിഷേക്. അതിനെന്താ, ഞാൻ ചെയ്യാമെന്ന് ദേവബാല പറയുകയും ചെയ്യുന്നു. ഇതേ സമയം ഇഷയാകട്ടെ ഇനിയൊരു വിവാഹം തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള തീരുമാനം രാജിയോട് തുറന്നു പറയുകയും, വിവാഹം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോഴാണ് തിരികെ റാംമോഹൻ വരുന്നത്. രാജിയെ വിളിച്ച്, ആ ദേവരാജൻ വന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇത് കേൾക്കുന്ന രാജി, അയാളുടെ മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ വന്നതാണ്. അയാളുടെ മകൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. മാത്രവുമല്ല, അഭിഷേക് അയാളുടെ ശിഷ്യനാണ്. അയാളെ സഹായിക്കുന്നതിനു വേണ്ടി മാത്രമാണ് അവളെ വിവാഹം കഴിച്ചത്. മാത്രവുമല്ല, അവർ തമ്മിൽ അങ്ങനെയൊരു ബന്ധവും ഇല്ല എന്ന് തന്നെയാണ് അയാൾ ഉറപ്പിച്ചു പറയുന്നത്. ഇതോടെ എന്തായാലും ഇനി അയാൾ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്തു തന്നെ ഇഷയുടെ വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വരനോ? വരൻ മറ്റാരുമല്ല, ഇവിടേക്ക് വരാറില്ലേ എൻ്റെ സുഹൃത്ത്, അയാളുടെ മകനായ രാഹുൽ തന്നെയാണ്. അവനോട് ഞാൻ ഇന്ന് പോയി കാര്യങ്ങൾ സംസാരിച്ചു. അവന് യാതൊരു എതിർപ്പുമില്ല.
അതുകൊണ്ട് നീ ഈ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഇഷയോട് പറഞ്ഞ് ഇഷയുടെ സമ്മതം വാങ്ങണം. അത് സാർ. ആ, എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഇഷ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? ഇനി അവൾ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം മാറുകയില്ല എന്നും എന്നോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഇഷയുടെ അച്ഛനായ റാം മോഹൻ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞോ? എന്തായാലും ഞാനൊന്ന് പോയി അവളെ കണ്ട് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചാൽ അവളുടെ മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് ഇഷയുടെ അടുത്തേക്ക് പോകുന്ന റാം മോഹൻ ഇഷയോട്, നീ വിവാഹം ഇനി ജീവിതത്തിൽ കഴിക്കുകയില്ല എന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? അതെ അച്ഛാ, എനിക്കിനി വിവാഹമൊന്നും വേണ്ട. ഞാൻ ഈ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല മോളെ, അതൊരു തെറ്റായ ഡിസിഷനാണ്. ഒരാൾ അങ്ങനെയൊക്കെ നിന്നോട് ചെയ്തു എന്ന് കരുതി ജീവിതത്തോട് തന്നെ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് എന്നാണ് അച്ഛന് പറയാനുള്ളത്. അച്ഛ, കാര്യങ്ങൾ അങ്ങനെയല്ല. തെറ്റുകൾ അഭിഷേക് ചെയ്തത് ക്ഷമിക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇനിയും ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ തീരുമാനം. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യം കേൾക്കുന്ന റാംമോഹൻ ആകെ തകർന്നു പോയിരിക്കുകയാണ്. ഞാൻ രാഹുലിന് വാക്ക് കൊടുത്തുപോയി നിങ്ങളുടെ വിവാഹം നടത്താമെന്ന്. ദയവായി അച്ഛനെ നാണം കെടുത്തരുത്. ഇത് കേൾക്കുന്ന ഇഷയൊന്ന് ഞെട്ടുകയും, ഏത്, ആ രാഹുലോ? അച്ഛൻ എന്നോട് പോലും ചോദിക്കാതെ എന്തിനാണ് അയാൾക്ക് വാക്ക് കൊടുത്തത്? അയാളെ എനിക്ക് ഭർത്താവായി കാണാനൊന്നും സാധിക്കുകയില്ല. എനിക്ക് അയാളോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്ന ഇഷ ഈ വിവാഹത്തിന് വാക്ക് കൊടുത്തത് ശരിയായില്ല എന്ന് തുറന്നു പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു റാം മോഹന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.